Hi dears, welcome back to Booster Lessons. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വിസ് മത്സരങ്ങൾ നടക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് നടന്ന ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ക്വിസ് കോമ്പറ്റീഷനുകളിൽ നിന്നെടുത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ്? ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. ഉപ്പു നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്ത്? ദണ്ഡിയാത്ര. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഗാന്ധിജി ആഘോഷ ചടങ്ങുകളിൽ നിന്നും മാറി ദൂരെ ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ഏതായിരുന്നു ആ ഗ്രാമം? നവഖാലി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? സി രാജഗോപാലാചാരി. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? നവജീവൻ ട്രസ്റ്റ്. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏത്? എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാദേവ് ദേശായി. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ്? 1924 ബൽഗാം സമ്മേളനം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എന്ന്? 1915 ജനുവരി 9. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത് ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസിനെ. ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ പ്രതികരിച്ചത് എങ്ങനെയാണ്? ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പതാക പകുതി താഴ്ത്തികെട്ടി. ഗാന്ധിജിയെക്കുറിച്ചുള്ള ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ശ്യാം ബനഗൽ. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? രാജ്ഘട്ട്. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഭഗവത്ഗീത.
വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി. കെ കേളപ്പൻ. ഗാന്ധിജി അവസാനമായി തടവിൽ പാർത്തിരുന്ന ജയിൽ ഏത്? ആഗാഖാൻ ജയിൽ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന്? 1920. ഗാന്ധിജിയെ വെടിവെച്ച തീവ്രവാദി ആര്? നാഥൂറാം വിനായക് ഗോഡ്സെ. നാഥൂറാമിനെ തൂക്കിലേറ്റിയ ജയിൽ ഏത്? അംബാല ജയിൽ. ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഏത്? ഗുജറാത്തി. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് എവിടെ വെച്ച്? യർവാദ ജയിലിൽ വെച്ച്. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്ത്? വാർധാ പദ്ധതി. ഗാന്ധിജിയുടെ ശിഷ്യയായി മാറിയ ബ്രിട്ടീഷ് വനിത ആര്? മീരാബെൻ. ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയത് ആര്? കൗമുദി ടീച്ചർ. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? തൻ്റെ 5ാം കേരള സന്ദർശനത്തിനെ. ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെ? ഇതിൻ്റെ ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഗാന്ധി ക്വിസിൽ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.